ഗായ്സ്, നമ്മളിന്ന് ശിവേരിയിലോട്ട് പോണ്. കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ പോകുന്ന ദിവസം എന്ന് വെച്ചാൽ ജാനുവരി 4 ആണ് നമ്മൾ പോകുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം 30-31 അങ്ങനെ 18 ഇരുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഡേറ്റിന് പോകാനായിട്ട് പക്ഷേ സാഹചര്യങ്ങൾ പോകാൻ പറ്റിയില്ല. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബസ്സിനാണ് പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നടന്നാണ് പോകുന്നത്. ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പം പഴയ വീഡിയോയിലോട്ട് പറയാൻ നമുക്ക് പണി പാളിപ്പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ പോകുന്ന രംഗമാണ് കാണുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴി ട്രെയിൻ അപ്രദേശത്തൂടെ പോകുന്നുണ്ട്. അതാണ് ഫ്രണ്ട് ഒരു തിയേറ്ററൊക്കെ ഉണ്ട്. വിമല തിയേറ്ററാണ് പോകുന്നത്. പിന്നെ ആയക്കാട് തിയേറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ വിളിച്ചില്ല. അപ്പം നമ്മൾ പണി പാടുന്ന നമുക്കിപ്പോൾ കാണിച്ചില്ല. റൈഡുകളൊക്കെ അവർ ഓൾമോസ്റ്റ് എല്ലാം പാക്കപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ 3-4 ഒരാഴ്ച കൂടുതലൊക്കെ കാണുമായിരുന്നു. ഇപ്പം എന്തോ അവർ കച്ചവടങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ അത് ഈ റോഡ് സൈഡിൽ, പക്ഷേ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെ നല്ല പിക്കായിട്ട് ശരിക്കും ആ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോയെന്ന് വെച്ചാൽ ഒരു 4:45-5 മണി ടൈം. അപ്പോൾ കൂടെയൊക്കെ താമസിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മളൊന്നും വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല. വാങ്ങിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര വില, അത് തന്നെ മെയിൻ കാര്യം. പിന്നെ പറഞ്ഞ കണക്ക് പിന്നെ ഇനിയിപ്പോൾ ശർക്കരയൊക്കെ ഉത്സവം വരരുതെന്ന് വിചാരിച്ച് ഇങ്ങനെ തൃപ്തിപ്പെട്ടു നോക്കിയപ്പോഴേ എല്ലാവരും റൈഡ്സുകളെല്ലാം റൈഡുകളെല്ലാവരും അഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ ഇത് അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെ മാത്രം ഈ ഓപ്പണിങ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയാലും മെച്ചമെന്ന് വെച്ചാൽ അവിടെ കയറാൻ നമുക്ക് പറ്റി. ശരിക്കും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റേറ്റൊക്കെ കുറവുണ്ട്. വലിയ റേറ്റില്ല. പിന്നെ നമുക്കിപ്പം റേറ്റ് കൂടുതലൊന്നും കുറവൊന്നും പറയാക്കത്തില്ല. അവർക്ക് ഇത്രയും ദിവസം വരുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. പിന്നെ എനിക്കൊരു ഇതെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ മുട്ടായികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഒരു റേറ്റ് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ വേറെ റേറ്റ്. അങ്ങനെ ഞാൻ പിന്നെ അത് മേടിച്ചില്ല. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം. പക്ഷേ അവർ എഴുതി വെച്ചിരുന്ന റേറ്റ് നമ്മൾ ചോദിച്ചപ്പോൾ പറയും. ഇപ്പം ഞാൻ കാണിച്ച ആ കെട്ടിടം പണ്ട് ഓപ്പണായിട്ട് കിടന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് അവർ കെട്ടിയൊക്കെ അടച്ചു വെച്ചിരുന്നു. പക്ഷെ അവിടെ അടവായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് ശരിക്കും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ മോള് ആദ്യം എടുത്തത് ഞാൻ, പിന്നെ ബ്രദറിൻ്റെ മോനും ഞാനും എൻ്റെ ഹസ്ബൻഡും ബ്രദറിൻ്റെ മോനും എൻ്റെ മോള് വന്ന് പോയിരുന്നത്. അമ്മയൊന്നും വന്നില്ല. അമ്മയൊന്നും വന്നില്ലെന്ന് പറഞ്ഞ് ഇത്രയും ദൂരം നടക്കാനും വയ്യ. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതൊക്കെ വയ്യ. കഴിഞ്ഞ വർഷമൊക്കെ അമ്മയും ഞാൻ അങ്ങോട്ട് കയറി പോയത്. പക്ഷെ എന്താ എല്ലാം അങ്ങ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നെന്നല്ല, കടകളൊക്കെ ഒരുവിധം തീർന്നെന്ന് വേണം പറയാൻ. പിന്നെ മൈസൂർ ചിപ്സോ അങ്ങനെ എന്തൊക്കെ കുറേ ഐറ്റങ്ങളാണ്. ഒന്നും മേടിച്ചില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ ഒറ്റ കാര്യം അവൾ ഓടിച്ചെന്നാൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ മോളത്തോടെ മക്കളെ അതുകൊണ്ട് നമുക്ക് കയറാം, ടിക്കറ്റ് എടുത്ത് വീഡിയോ ഓഫ് ചെയ്യുമെന്ന് ഞാൻ പറയാം. പക്ഷേ നമ്മൾ കയറിയപ്പം 50 രൂപയാണ് റേറ്റ്. എനിക്ക് തോന്നുന്നു അവർ നേരത്തെ എനിക്ക് തോന്നുന്നു 40 രൂപ, കഴിഞ്ഞ വർഷം 40 രൂപയായിരുന്നു. ഇപ്പോൾ ഒരു 50 രൂപ. പക്ഷെ കുഴപ്പമില്ല, കുറേയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഇത് എലിയാണ് എന്ന് തോന്നുന്നു. കൊള്ളാം, സംഭവങ്ങളൊക്കെ അടിപൊളി. ഇത് നിന്ന പേരെനിക്കറിയത്തില്ല. ഇത് കണ്ടിട്ട് കുഞ്ഞിരി ഉറക്കം, എല്ലാവരും നല്ല ഉറക്കം, പൂത്തോടുന്ന് ഉറങ്ങും. ആ സമയത്ത് നമ്മൾ ശല്യപ്പെടുത്താൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് തരം കിളികളാണെന്നൊക്കെ ചോദിച്ചാൽ പേരും ഇതൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. എലിയാന്ന് തോന്നുന്നു. കളർ വേറെയൊക്കെ ആയതുകൊണ്ട് സംശയം. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒരുപാട് പാമ്പ്, മിൽക്ക് പാമ്പ്, അങ്ങനെ അങ്ങനെ ഓരോ പാമ്പുകൾ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഇപ്പം എന്തൊക്കെ ഇനാന്നുള്ളതൊന്നും എഴുതിയിട്ടില്ല. കഴിഞ്ഞ വർഷം കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് തീരാറായ ഇത് മുള്ളൻപന്നിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു തീരാറായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കുറേയൊക്കെ മാറ്റിയിരിക്കുന്നെന്നാണ്. ഇവർക്കൊക്കെ ഭയങ്കര ഡൗട്ടും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് എന്തെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക, എന്നൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ഐറ്റംസൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ചൂടും കാര്യങ്ങളും അവരും പഠിച്ചതല്ലേ, അപ്പോൾ അവർക്കും തെറ്റുകളല്ലേ, അപ്പോൾ അവർക്കും ഒരുപാട് പരിധികളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനെ പൊക്കിയേക്കുന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് നല്ല അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കും കാണാനും എടുക്കാനൊക്കെ വലിയ കുഴപ്പമില്ലാതെ കാണപ്പെടുന്നു. പ്രാവാണെന്ന് തോന്നുന്നു. ഇനമെന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല, എന്നെ പറയാനേ വഴിയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. നമ്മളിപ്പം ഈ 50 രൂപ നമ്മൾ കൊടുത്ത് കയറുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ആവാം. അല്ലെങ്കിൽ നമുക്ക് ഇവരെ കാണാനോ അങ്ങനെയുള്ള ഇതൊന്നും വെളിരാജ്യങ്ങളിലൊക്കെ പോയാൽ എനിക്ക് തോന്നി കാണാൻ തോന്നി. അല്ലെങ്കിൽ നമ്മൾ 50 രൂപ കൊടുക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിന് റിലാക്സ് ആവുകയും ചെയ്യും, കുട്ടിയൊക്കെ ഒരു സന്തോഷമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്രയും ലേറ്റായാലും നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇവരെയൊക്കെ പേരും ഇനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലേറ്റായി ചെന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറേ നേരം നമുക്ക് ഇതൊരു വവ്വാലാണ് കേട്ടോ. നമുക്ക് ലേറ്റായി ചെന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ്ടേ, ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ പാടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് ഉറക്കം പോയി നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോരുകയായിരുന്നു. അതുപോലെ ഇന്ന് കുട്ടികൾക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഞാൻ പക്ഷേ ഇത് വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്ന ഞായറാഴ്ചയായിരുന്നു. ശനിയാഴ്ച അവർക്ക് സ്കൂളുണ്ട്, അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വന്നൊക്കെ പെട്ടെന്ന് വരെ കൊണ്ടുവരികയാണ് ചെയ്തത്. നാളെ സൺഡേ ആകുമ്പോഴത്തേക്കും നല്ല തിരക്ക് കാണുമ്പോൾ വയ്ക്കേണ്ട. ഇന്ന് സാറ്റർഡേ കുട്ടികളെ കൊണ്ട് പോയത്. പിന്നെ കുറച്ച് പച്ചക്കറി വിത്തോട്ടെ, ഏതെടുത്താലും 10 രൂപ. പക്ഷേ ഇതൊക്കെ ആവുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നാണ്. ഇത് പെരുമ്പാമ്പെന്നാണ് പറയുന്നത്. എന്ത് പാമ്പെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞാൽ പെരുമ്പാമ്പാണോ മലമ്പാമ്പാണോ എന്തൊരു പാമ്പാണെന്ന് അറിയില്ല. ഇതിനൊക്കെ ഒന്ന് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആദ്യത്തോടെ പോലും പോകത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഈ പാമ്പിനെ എടുക്കുന്നത്. ഈ പാമ്പാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ആ പാമ്പിന് വലിയ വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് പേർഷ്യൻ തത്തയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇങ്ങനെ മോളെ വളയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് പൊന്നു എന്നവർ വിളിക്കുന്നത് കേട്ട് പൊന്നെന്ന് വിളിച്ചപ്പോൾ അനങ്ങാതിരിക്കുന്ന കേട്ടോ. അവർക്ക് ചിരി ഇങ്ങനെ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് ചോദിച്ചാൽ ഉറപ്പില്ല, ഞാൻ അവരുടെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് ഇതിൻ്റെയൊക്കെ ഷൂട്ടിങ് ചെയ്ത സ്ഥലം നല്ല ഫിനിഷിങ് ആയിരുന്നു. നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ പോകാനായിട്ട് ശരിക്കും ഷർട്ടുകളും കാര്യങ്ങളും തുണികളും ഷർട്ടും ചവറും എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മേടിക്കാം. ഈ പറഞ്ഞ കണക്ക് ഒരു 32,000 എണ്ണം കൊണ്ടൊന്നും പോയെന്ന് പറഞ്ഞാൽ ഒന്നും മേടിക്കാക്കത്തില്ല. 5 രൂപ റേറ്റാണ്. 5 രൂപ റേറ്റെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന് വിൽക്കുന്നു, എടുക്കുന്നു, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡായിട്ട് ഇവിടെ ഒന്നും കഴിക്കില്ല കേട്ടോ. ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കപ്പണ്ടൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ടൈമിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. ഒരാൾക്ക് മോൾക്ക് ജ്യൂസ് മതിയെന്ന് പറഞ്ഞു, മോന് ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന് കോളിഫ്ലവറിൻ്റെ മതിയെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. മോനെ തന്നെ സെറ്റാ. ബൈ ബൈ, സീ യു.